പാർലമെൻറ്റിൽ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസമനുസരിച്ച് സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ, ജീവനക്കാരുടെ, ആശാ വർക്കേഴ്സിൻ്റെ, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ, അംഗൻവാടി വർക്കേഴ്സിൻ്റെ, ഹരിതകർമ്മ സേനാംഗങ്ങളുടെ, ഇങ്ങനെ തുടങ്ങി പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ജനങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു 113 സംവാദങ്ങളായി 244 രേഖാപരമായ ചോദ്യങ്ങളായി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഞാൻ ഉയർത്താൻ ശ്രമിച്ചത്. എന്നാൽ പാർലമെൻറ്റിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയ സംഭവം കേരളത്തിൻ്റെ ന്യായമായ നികുതി വിഹിതം, ഞാനും നിങ്ങളും ഒരു സോപ്പോ ഒരു പേസ്റ്റോ വാങ്ങിച്ചാൽ ഇന്ത്യ സർക്കാർ ഈടാക്കിയെടുക്കുന്ന നികുതിയുടെ പകുതി നമ്മുടെ കേരളീയർക്ക് അവകാശപ്പെട്ടതാണ്. ഈ കേരളത്തിൽ വിറ്റഴിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും കണക്ക് പറഞ്ഞാൽ അതിൻ്റെ പകുതി നമുക്ക് അനുവദിക്കേണ്ടതാണ്. ആ നികുതി വിഹിതം യഥാസമയം തരാതെ പിടിച്ചു വച്ചപ്പോൾ, നമ്മുടെ കേരളത്തിൻ്റെ പെൻഷൻ അടക്കം മുടങ്ങിയപ്പോൾ, ഈ നികുതി വിഹിതം യഥാസമയം നമുക്ക് തരണമെന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പലവട്ടം ഞാൻ ഉന്നയിച്ചു. ആ സന്ദർഭങ്ങളിൽ എന്നെ പിന്തുണയ്ക്കേണ്ടിയിരുന്ന എൻ്റെ സഹപ്രവർത്തകരായ ബഹുമാന്യരായ കോൺഗ്രസ് അംഗങ്ങൾ എന്നെ പിന്തുണച്ചില്ല. അവർ കേരളത്തിന് വേണ്ടി വാദിച്ചില്ല, അവർ കേരളത്തിന് വേണ്ടി ചോദിച്ചില്ല, അവർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരക്ഷരം പറഞ്ഞില്ല. അതുകൊണ്ട് കേരളത്തിന് വേണ്ടി വാദിക്കാനും, കേരളത്തിന് വേണ്ടി പറയാനും, കേരളത്തിന് വേണ്ടി ചോദിക്കാനും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരവസരം കൂടി തരണമേ എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെന്നെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, സഹായിക്കണം. പാർലമെൻറ്റിന് പുറത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരു രേഖയായി നിങ്ങളുടെ കയ്യിൽ അച്ചടിച്ച് തന്നിട്ടുണ്ട്. 2 കൊല്ലം കോവിഡ് കൊണ്ടുപോയി. 10 കോടി രൂപ MP ഫണ്ട് തിരിച്ചെടുത്തു. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായി പ്രവർത്തിക്കേണ്ടി വന്നത്. എന്നിട്ടും ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വരുന്നതിനും 2 കൊല്ലം മുമ്പ് ഉദ്ഘാടനം ചെയ്യാമായിരുന്നു ആലപ്പുഴ ബൈപ്പാസ്. എന്നാൽ 2 റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം അനന്തമായി നീണ്ടുപോയ ഘട്ടത്തിലാണ് ഞാൻ പാർലമെൻറ്റ് അംഗമായത്. ആ 2 റെയിൽവേ മേൽപ്പാലങ്ങൾ സംബന്ധിച്ചുള്ള തർക്കം പരിഹരിക്കാൻ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഇവിടെ കൊണ്ടുവന്ന് ആ ബൈപ്പാസിൻ്റെ നിർമ്മാണം ഏതാണ്ട് 90% പൂർത്തിയാക്കുന്നതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ് ജി സുധാകരൻ്റെ നേതൃത്വത്തിലും ആ ബൈപ്പാസ് 95% പൂർത്തീകരിച്ചു. പക്ഷേ ഈ റെയിൽവേ മേൽപ്പാലങ്ങൾ യഥാസമയം നിർമ്മിച്ചു നൽകാത്തതുകൊണ്ടാണ് അത് അനന്തമായി നീണ്ടുപോയത്. ആ പ്രശ്നം പരിഹരിച്ച് ആലപ്പുഴ ബൈപ്പാസ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനുള്ള ഒരു നിയോഗത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. കായംകുളം എറണാകുളം തീരദേശ റെയിൽവേ പാത, ആ പാത ഇരട്ടിപ്പിക്കണമെന്ന് 40 കൊല്ലക്കാലമായി കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മാത്രമേ പാത ഇരട്ടിപ്പിക്കൂ എന്ന വ്യവസ്ഥയായിരുന്നു മന്ത്രിമാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ആ വ്യവസ്ഥ മാറ്റാൻ റെയിൽവേ അധികാരികളുമായി നിരന്തരം നടത്തിയ ചർച്ചയുടെയും ആലപ്പുഴ തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യമെല്ലാം അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും ഒടുവിൽ റെയിൽവേ ബോർഡ് അംഗീകരിച്ച് 2660 കോടി രൂപ അനുവദിപ്പിച്ച് ഈ തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അഭിമാനകരമായ മറ്റൊരു നേട്ടമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ 8.5 കോടി രൂപ, കായംകുളം റെയിൽവേ സ്റ്റേഷൻ 8.5 കോടി രൂപ വെച്ച് നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നിലച്ചുപോയ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് 10 കോടി രൂപയുണ്ടെങ്കിലേ പൂർത്തീകരിക്കാനാവൂ എന്ന് പറഞ്ഞപ്പോൾ ICMRൻ്റെ ആസ്ഥാനത്ത് പോയി നിന്ന് ആ പണം അനുവദിപ്പിച്ച് അത് പൂർത്തീകരിച്ച് ഇന്ന് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നതും മറ്റൊരു നേട്ടമാണ്. ഞാൻ എല്ലാം പറയുന്നില്ല. ഇന്ത്യയിലാകെ 14 കേന്ദ്രീയ വിദ്യാലയങ്ങൾ, സ്പോൺസേഡ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി. NDPCയുടെ സ്പോൺസേഡ് കേന്ദ്രീയ വിദ്യാലയമായ കായംകുളം കേന്ദ്രീയ വിദ്യാലയം അടച്ചുപൂട്ടിയപ്പോൾ
ഞാൻ നേരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആ കേന്ദ്രീയ വിദ്യാലയം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. അതിനെതിരായി NTPC സുപ്രീം കോടതിയിൽ പോയി. ഞാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ഇന്ത്യൻ പാർലമെന്റിൽ 40 തവണയാണ് ആ ഹരിപ്പാട് കേന്ദ്രീയ വിദ്യാലയം നിലനിർത്താൻ വേണ്ടി ഞാൻ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ ഉന്നയിച്ചത്. ഏറ്റവും ഒടുവിലായി മറ്റ് 13 കേന്ദ്രീയ വിദ്യാലയങ്ങളും അടച്ച് പൂട്ടിക്കിടക്കുമ്പോൾ ആലപ്പുഴയിലെ ഈ കായംകുളത്തെ കേന്ദ്രീയ വിദ്യാലയം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ ജനങ്ങളുടെ മുമ്പാകെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആകാശവാണി നിലയം, തിരുവനന്തപുരം ആകാശവാണി എല്ലാം അടച്ചു പൂട്ടിയപ്പോൾ ആലപ്പുഴ ആകാശവാണി നിലയം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത്. ഇതെല്ലാം ഞാൻ ഒന്നിനു പുറകെ വികസന നേട്ടങ്ങളൊന്നും നിരത്തുന്നില്ല. അതുപോലെ തന്നെ പാർലമെന്റിൽ ഒറ്റപ്പെട്ട ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദേശീയ സുരക്ഷാ ഏജൻസി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതിന് അമിതമായ അധികാരം നൽകുന്നൊരു നിയമനിർമ്മാണം ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നു. അത് ഏതൊരു സംസ്ഥാനത്തെയും ഏത് സ്റ്റേഷനിലിരിക്കുന്ന കേസുകളും NIAക്ക് നേരിട്ടെടുക്കാൻ അധികാരമില്ലായിരുന്നു. ആ സംസ്ഥാനത്തെ പോലീസ് ചീഫിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന നിയമം ഭേദഗതി ചെയ്ത് ആരോടും ചോദിക്കാതെ ഏത് പോലീസ് സ്റ്റേഷനിലെയും കേസ് ഏറ്റെടുക്കാൻ അധികാരം നൽകുന്ന ഒരു നിയമനിർമ്മാണമായിരുന്നു പാർലമെന്റിൽ വന്നത്. അതുപോലെ തന്നെ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്നവരുടെ സ്വത്തുവകകൾ കണ്ടുകിട്ടാനും NIAക്ക് അധികാരം നൽകുന്ന നിയമനിർമ്മാണം. ആ നിയമനിർമ്മാണത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ അടക്കമുള്ള ആളുകൾ ഘോരഘോരം ആ നിയമനിർമ്മാണത്തിനെതിരായി പ്രസംഗിച്ചു. പക്ഷേ വോട്ടെടുപ്പിൻ്റെ ഘട്ടം വന്നപ്പോൾ BJPക്ക് അനുകൂലമായി, ആ ഭേദഗതികൾക്ക് അനുകൂലമായി കോൺഗ്രസ് അടക്കമുള്ളവർ വോട്ട് ചെയ്തു കൊടുത്തു. വോട്ടെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ നാമമാത്രമായ ആളുകൾ മാത്രമാണ് അതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് രഹസ്യ ബാലറ്റ് ആവില്ല, വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് വിയോജിപ്പ് രേഖപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയവരുടെ എണ്ണം 6 പേരായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ. ആ 6 പേരിൽ ഏക മലയാളി ഞാൻ മാത്രമായിരുന്നു എന്ന് അഭിമാനപുരസരം പറയുന്നു. അങ്ങനെ പാർലമെന്റിൽ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരമാവധി പ്രവർത്തിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം വികസന കാര്യങ്ങളിൽ ഒരുപാട് ജനപ്രതികൾ MLAമാരുണ്ട്, ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റുണ്ട്. അവരെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകാൻ ഒരാളായി ഇനിയും ഞാനുണ്ടാകും. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന് ഈ മണ്ണിൻ്റെ ഭാഗമായി ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ പഠിച്ച്, ചേർത്തല SN കോളേജിൽ പഠിച്ച്, വിവിധങ്ങളായ ചുമതലകൾ നിർവഹിച്ച്, പോലീസിൻ്റെ ഭീകരമായ മർദ്ദനമേറ്റ് ജയിലിൽ കിടന്ന് ഈ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് ഞാൻ ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വന്നത്. തീർച്ചയായും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഭാവി വികസനവും നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഭരണഘടനയും പൊതുസ്വത്തും ബഹുസ്വരതയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നമുക്കൊന്നിച്ച് മുന്നേറാം. നിങ്ങൾ എനിക്ക് ചുറ്റികരുവാൻ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, പരിചയക്കാർ എല്ലാവരോടും നമ്മുടെ ആരിഫിന് ഒരു വോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ് സഹായിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനം.